ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും അധികം മാനഹാനി ഉണ്ടാക്കിയത്, ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്താണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ വിവിധ ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളിലുമൊക്കെ കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിചാരിക്കും. അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. തൃശ്ശൂർ ജില്ലയിൽ കൊടകരക്കടുത്തുള്ള ഒരു ഗ്രാമമാണ് മറ്റത്തൂർ. മറ്റത്തൂരിൻ്റെ തലസ്ഥാനം കോടാലിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടാലി എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ അവിടെ ഒരു യോഗത്തിന് പോയി പ്രസംഗിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ധാരാളം പാറമടകളൊക്കെ ഉള്ള പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കോടാലി മറ്റത്തൂർ പഞ്ചായത്ത്. അവിടെ സാധാരണക്കാരാണ്, കർഷകരാണ് കൂടുതലുള്ളത്. CPM-കാരും ഉണ്ട്, CPI-കാരും ഉണ്ട്, BJP-കാരും ഉണ്ട്, ലീഗുകാരും അത്യാവശ്യമുണ്ട്. മറ്റെല്ലാ പാർട്ടിക്കാരും ഇടകലർന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മറ്റത്തൂർ. ഈ മറ്റത്തൂർ പഞ്ചായത്തിലേക്ക് ജയിച്ച 8 കോൺഗ്രസ്സുകാർ അവർ പാർട്ടി വിപ്പ് ലംഘിച്ച്, അല്ലെങ്കിൽ പാർട്ടി വിപ്പ് സ്വീകരിക്കാതെ BJP-കാരായ 4 പേരുടെ സഹായത്തോടു കൂടി കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച ഒരു സ്ത്രീയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം. ഈ 8 പേരും കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റിബൽ സ്ഥാനാർത്ഥി ഒരു ക്രൈസ്തവ സമുദായ അംഗവും വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാത്ത മാന്യ മഹിള മുസ്ലിം സമുദായ അംഗവുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമുദായമല്ല വിഷയം. BJP-യുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് ഇവരെ പ്രേരിപ്പിച്ചത് CPM-നോടുള്ള കടുത്ത എതിർപ്പാണ്. മറ്റത്തൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് CPM ആണ്, LDF ആണ്. അവരുടെ മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ 2 കൽപ്പിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് കയറി വന്നത്. അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഒരു റിബൽ സ്ഥാനാർത്ഥി ആയിട്ട് ജയിച്ച ഒരു മാന്യൻ, കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ് പുള്ളി, ഇത്തവണ റിബലായിട്ട് മത്സരിച്ചു, ജയിച്ചു. അദ്ദേഹം CPM-ന്റെ പിന്തുണയോടി പ്രസിഡന്റ് ആകുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മഹാത്യാഗം ചെയ്ത് പാർട്ടിയിലെ മെമ്പർഷിപ്പ് രാജിവെച്ചു, BJP-യുമായിട്ട് സഹകരിച്ചു. അങ്ങനെ മറ്റത്തൂരിൽ മാത്രമല്ല, കേരളത്തിലെ എമ്പാടും വലിയ കൂളനക്കം സൃഷ്ടിച്ചു. ഇതാണ് സംഭവം. ഞാനിപ്പോൾ പറയാമെന്ന് വേറൊരു കാര്യമാണ്. ഇവ ഏതായാലും നമ്മുടെ റോജി M. ജോൺ ഇടപെട്ട് അത് ഏതാണ്ട് സലാമത്താക്കി ഈ നൂർജഹാൻ എന്ന് പറഞ്ഞ വൈസ് പ്രസിഡന്റ് രാജിവെച്ചു. പിന്നെ റിബലായിട്ട് ജയിച്ച പ്രസിഡന്റിനെ മാറ്റാൻ ഇവർ വിചാരിച്ച പറ്റിയില്ല. പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിബൽ രാജിവെക്കില്ല. പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് രാജിവെക്കാനോ രാജിവെക്കാതിരിക്കാനോ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റായിട്ട് തുടർന്നു, വൈസ് പ്രസിഡന്റ് അല്ലാണ്ടായിരിക്കും. ഇത്ര ഉള്ള കാര്യം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മറ്റത്തൂർ ഒരു രാഷ്ട്രീയ സാഹചര്യം. എങ്ങനെയാണ് മറ്റത്തൂര് ഈ മാന്യ വ്യക്തികൾ 8 പേർ ഒറ്റയടിക്ക് അവർ ജയിപ്പിച്ചു വിട്ട പാർട്ടിയെ തള്ളിക്കളച്ച് നേരെ വിപരീത ദിശയിലുള്ളൊരു പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ച്? ഇത് കേൾക്കുമ്പോഴേക്കും ഒരു തമാശ തോന്നുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റത്തൂരിനെ കുറിച്ച് അല്പം കൂടി ആഴത്തിൽ ചിന്തിക്കണം. ഇതുവരെ പത്രത്തിലൊന്നും കാണാത്ത ഒരു രഹസ്യം ഞാൻ പറയാം. ഈ കേരളത്തിൽ ആദ്യമായിട്ട്, അത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പാണ്, കൊച്ചി സംസ്ഥാനമായിരുന്ന കാലത്ത് 1954 കൊടകര മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കേശവ മേനോൻ എന്നായിരുന്നു. P. കേശവ മേനോൻ എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ വീട്ടും പേരും കുറച്ച് പ്രസിദ്ധമാണ്, എനിക്ക് ഓർമ്മയില്ല. കൊടകര കേശവ മേനോൻ എന്ന പേരിലാണ് പുള്ളി അറിയപ്പെട്ടത്. കൊടകര മണ്ഡലത്തിൽ നിന്ന് ജയിച്ച കേശവ മേനോൻ. അദ്ദേഹം മറ്റത്തൂർ സ്വദേശിയായിരുന്നു. അന്ന് മറ്റത്തൂർ അധികം ആൾക്കാർ അറിയാത്ത സ്ഥലമായതുകൊണ്ട് മറ്റത്തൂർ കേശവ മേനോൻ എന്നല്ല, കൊടകര കേശവ മേനോൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കേശവ മേനോനാണ് ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ജയിപ്പിച്ചു വിട്ട പാർട്ടിയിൽ നിന്ന് കൂറുമാറി മറ്റൊരു പാർട്ടിയിൽ ചേർന്നു. അതായത് കൂറുമാറ്റക്കാരുടെ പ്രപിതാമഹനായിരുന്നു സാക്ഷാൽ കേശവ മേനോൻ. ആ കേശവ മേനോന്റെ ജന്മസ്ഥലമാണ് മറ്റത്തൂർ. കേശവ മേനോൻ 1954 കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ജയിച്ചത് PSP ടിക്കറ്റിലാണ്. അന്ന് PSP എന്നൊരു പാർട്ടി നടന്നു, പട്ടം താണുള്ള സാറിൻ്റെ പാർട്ടി. അതിന് പട്ടം സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആളുകൾ പരിഹാസമായിട്ട് പറയും. ശരിക്കുള്ള ഫുൾ ഫോം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നായിരുന്നു. ഈ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നോമിനിയായിട്ട് പാർട്ടി ടിക്കറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും RSPയുടെയും കൂടി പിന്തുണയോടുകൂട്ടാണ് കേശവ മേനോൻ കൊടകരയിൽ നിന്ന് ജയിച്ചത്. പട്ടം താണുള്ള സാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം PSPയിൽ അംഗമായിട്ട് തുടർന്നു. 1955 കോൺഗ്രസ് ഈ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചപ്പോൾ PSP പട്ടം താണുള്ള സാർ രാജിവെച്ചു. അവിശ്വാസ പ്രമേയം പാസ്സായി. പട്ടം രാജിവെച്ചപ്പോൾ
പറമ്പിൽ ഗോവിന്ദമാനും ബദൽ മന്ത്രിസഭ രൂപീകരിക്കണം. ബദൽ മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ 1-2 അംഗങ്ങളുടെ കുറവുണ്ട്, ഭൂരിപക്ഷം തികയില്ല. അപ്പോൾ പുള്ളി ചെയ്ത മാർഗം എന്താ വെച്ചാൽ PSPയിൽ നിന്ന് 2 മെമ്പർമാരെ ചാക്കിട്ട് പിടിച്ചു. ഈ ചാക്കിട്ട് പിടുത്തം എന്ന് പറഞ്ഞാൽ കലാരൂപം കേരള രാഷ്ട്രീയത്തിൽ അഥവാ തിരുക്കൊച്ചി രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച് വിജയിപ്പിച്ചത് സാക്ഷാൽ പനമ്പള്ളി ഗോവിന്ദമാനായിരുന്നു. പുള്ളി അതും അതിൻ്റെ അപ്പുറം ചെയ്യും, വില്ലാളി വീരനായിരുന്നു. അങ്ങനെ പനമ്പള്ളിയുടെ ചാക്കിൽ കയറിയ ഒന്നാമത്തെ MLA കൊടകര കേശവനും, രണ്ടാമത്തെ MLA വയലാ ഇടിക്കുളയുമായിരുന്നു. ഇടിക്കുളം പിന്നീട് കേരള കോൺഗ്രസ്സുകാരനായി. അദ്ദേഹത്തിന്റെ സഹോദരൻ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ക്രൈസ്തവ മത മേലധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് കേരളത്തിൽ വേറൊരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും പാർലമെന്റ് മെമ്പറുമൊക്കെയായിരുന്നു. ഞാനിപ്പോൾ അവരുടെ പേര് പറഞ്ഞ് ഈ മരിച്ചുപോയ ആളുകളെ നാറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ കേരളത്തിൽ കൂറുമാറ്റം അഥവാ ചാക്കിൽ കയറൽ എന്ന കലാരൂപം വിജയിപ്പിച്ച ആദ്യത്തെ ആളായിരുന്നു കൊടകര കേശവനു, രണ്ടാമത്തെ ആളായിരുന്നു നമ്മുടെ വയലാ ഇടിക്കുളം, മൂന്നാമത്തെ ആൾ RSP കാരനായ ചങ്ങാരപ്പള്ളി പരമേശ്വരൻ നമ്പൂരിയാണ്. അതൊക്കെ പഴയ കാലം. ഇനി വേറൊരു ചരിത്രം കൂടിയുണ്ട് കൊടകരയ്ക്ക്, മറ്റത്തൂരിൽ നേരിട്ടല്ല. അത് കൊടകര MLA ആയിരുന്ന, ഇപ്പൊ കൊടകര മണ്ഡലമില്ല, ഇപ്പൊ പുതുക്കാടൻ. കൊടകര തന്നെയും എനിക്ക് തോന്നുന്നു കൊടകര പഞ്ചായത്ത് ചാലക്കുടി മണ്ഡലത്തിലാണ്. മറ്റത്തൂരിൽ അല്ല കൊടകരയിൽ MLA ആയിരിക്കുമ്പോഴാണ് ലോരപ്പ നമ്പാടൻ മാണി സാറിനെ തള്ളിപ്പറഞ്ഞ്, കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം മാണിയെ തള്ളിപ്പറഞ്ഞ് മാർക്സിസ്റ്റ് മുന്നണിയിൽ ചേർന്ന്. ലോരപ്പ നമ്പാടന് വലിയൊരു സംഖ്യ മാർക്സിസ്റ്റുകാർ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് സുരക്ഷിതമായ ഇരിക്കാലക്കൂടെ സീറ്റ് ഓഫർ ചെയ്തു. പിന്നെ ഇനി എപ്പോഴെങ്കിലും LDF ജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനവും ഓഫർ ചെയ്തു. അത് സ്വീകരിച്ചിട്ടാണ് നമ്പാടൻ രാഖി രാമാനം കൊടകരയിൽ നിന്ന് ബസ് കയറി തിരുവനന്തപുരത്ത് എത്തി. നേരെ AKG സെന്ററിൽ ചെന്ന് MV രാഘവനെയും PV കുഞ്ഞിക്കണ്ണനെയും കണ്ട് തൻ്റെ മാനസാന്തര കഥ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇവരുടെ കൂടെ ഗവർണറെ കണ്ട് കത്തുകൊടുത്ത് മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി കരുണാകരനെ ഒരു വഴിക്കാക്കിയത്. അപ്പോൾ അങ്ങനെ കൊടകരയ്ക്കും മറ്റത്തൂരിനൊക്കെ വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാവുന്നവർക്ക് ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ വലിയ അത്ഭുതം തോന്നുകയില്ല. അപ്പോൾ ഈ നല്ല കൊച്ചു എളുപ്പക്കാലത്ത് ഇങ്ങനെ മറ്റത്തൂരിൻ്റെ കഥ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. മറ്റത്തൂരെ BJPയുമായിട്ട് സഹകരിച്ച 8 കോൺഗ്രസ്സുകാർ അധികം വൈകാതെ പാർട്ടി അംഗത്തെ തിരിച്ചിട്ടിട്ട് അവരുടെ കൈപ്പത്തി ചിഹ്നവും തിരിച്ചിട്ടിട്ട് അവർ ഈ നാട്ടിൽ ജനാധിപത്യ വിപ്ലവം വിജയിപ്പിക്കാനായിട്ട് വലിയ സംഭാവനകൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് വിട. ജയ് ഹിന്ദ്.